സൂപ്പർമാൻ ഡയറക്ടഡ് ബൈ ജെയിംസ് ഗൺ. കിടിലൻ മൂവി. ത്രൂ ഔട്ട് എൻജോയ് ചെയ്തൊരു മൂവി തന്നെയാണ് സൂപ്പർമാൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ എല്ലാ സൂപ്പർമാൻ മൂവീസും ഇൻക്ലൂഡിങ് ദി ഓൾഡ് വൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് ഇത് ഈ ഒരു സൂപ്പർമാനെ നിങ്ങൾക്ക് പലതും തോന്നുന്നത് കാണുമ്പോൾ, പക്ഷെ കോമിക്സിൽ ഉള്ള സൂപ്പർമാന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതേ സാധനമാണ് ഇതിൽ ഇവരെടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഈ ഹെൻറി കാവിൽ ചെയ്തു വെച്ച പോലത്തെ സൂപ്പർമാൻ അല്ല. അത് ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ല ഒരു സിനിമക്കുള്ളത്. സാക്ക് സ്നൈഡറിന്റെ അപ്രോച്ച് അല്ല ഇതിൽ ജെയിംസ് ഗൺ എടുത്തിട്ടുള്ളതും. ഇത് കുറെ കൂടി നമുക്ക് അത് മാൻ ഓഫ് സ്റ്റീൽ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഇമോഷണലി കണക്ട് ആവുന്ന ഒരു മൂവിയാണ്. പക്ഷെ കാണാൻ വിഷ്വലി കാണാൻ, അതായത് വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലാതെ, ഇല്ലാന്നല്ല എന്നാലും അത് കുറവാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വിഷ്വൽ സംഭവങ്ങൾ കൊണ്ടുവന്നുള്ള മൂവിയായിരുന്നു മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ല ഈ സിനിമ. ഇങ്ങനെ വിഷ്വലി കിട്ടുള്ള സീൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു സൂപ്പർമാനിന്റെ വ്യത്യാസം ഉണ്ട്. അതായത് ഈ സൂപ്പർമാന്റെ എസ് ഉണ്ടല്ലോ, എസ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ് എന്നാണ്. അത് ഹെൻറി കാവിലിന്റെ സൂപ്പർമാനിലെ ഹെൻറി കാവിൽ തന്നെ പറയുന്നുണ്ട്. ആ കോമിക്സിലുണ്ട് പല ഭാഗം, കോമിക്സ് DC കോമിക്സിൽ പല ഭാഗത്തുണ്ട് എസ് ഫോർ ഹോപ്പ് എന്നുള്ളത്. അപ്പൊ അത് ആൾക്കാരെ രക്ഷിക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വില്ലന്മാരെ കൊല്ലാതെ അവരെ നന്നാക്കാൻ പറ്റുമോ നോക്കുക. അതായത് ബാറ്റ്മാൻ എന്താണ് ചെയ്യുന്നത്, ബാറ്റ്മാൻ ഈ എന്താ പറയുക ക്രിസ്ത്യൻ ബേലിന്റെ ആണെന്നുണ്ടെങ്കിലും റോബർട്ട് പാറ്റിൻസന്റെ ആണെങ്കിലും ബെൻ അഫ്ലെക്കിന്റെ ആണെന്നുണ്ടെങ്കിലും ഈ വന്നു പോയ 3 ബാറ്റ്മാൻ ക്യാരക്ടറും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാൻ ഭയങ്കര മടി അവർക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നും അത് സൂപ്പർമാനെ പാവായി പോയി, ഇനി സൂപ്പർമാനെ പാവായിട്ട് അപ്രോച്ച് ചെയ്ത്. പക്ഷെ ഈ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഈ ഒരു എലമെന്റ് ആണ് ശരിക്കും എന്താ പറയാ ഒരു സൂപ്പർ ഹീറോ ഇല്ല എന്നുണ്ടെങ്കിൽ ഹീറോ ആണ് എന്നുള്ള ഒരു സംഭവം നമുക്ക് തോന്നാനുള്ള കാരണം ഈ ഒരു സിനിമയിൽ എന്താ പറയാ സൂപ്പർമാനെ കൊല്ലാൻ നോക്കുന്നത് സൂപ്പർമാനെ തിരിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കണില്ല. കുറെ ജീവികളൊക്കെ വരുന്നുണ്ട് ഇതിൽ. ആ സമയത്താണ് പിന്നെ കൊല്ലാൻ വേണ്ടി സൂപ്പർമാനെ നോക്കണത്. മനസ്സിലായില്ല? അപ്പൊ അതല്ലാത്ത ഭാഗങ്ങളൊന്നും സൂപ്പർമാനെ എന്താ പറയുക തിരിച്ചിങ്ങനെ ഡിഫെൻഡ് ചെയ്യാനേ സൂപ്പർമാൻ ഇതിൽ കൂടുതൽ നോക്കുള്ളൂ, കൊല്ലാനും നോക്കണില്ല. അപ്പൊ അത് ചില ആൾക്കാർക്ക് ദഹിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് അതിനാണ്, ചില ആൾക്കാർക്ക് ദഹിക്കുള്ളൂ. അതിന്റെ കാരണം എന്താണ്, കോമിക്സിലെ ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇമോഷണലി കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സൂപ്പർമാൻ്റെ മൂവിയിലാണ്. പക്ഷെ കൂടുതൽ എനിക്ക് വിഷ്വലി അടിപൊളിയായിട്ട് തോന്നിയത് മാൻ ഓഫ് സ്റ്റീൽ ആണ്. ഇതിലേതാ നല്ലതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമന്റെ ക്ലൈമാക്സ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. അതായത് ഒരു സൂപ്പർ ഹീറോ മൂവിന്റെ പുറത്ത്, അതായത് സൂപ്പർ ഹീറോ മൂവി എന്നല്ല സാധാ മൂവിയിൽ ഒരു നായകന് ഒരു വില്ലൻ എന്ന് വിചാരിക്കുക. അതിൽ ആ ഒരു സിനിമ ഒരു എന്താ പറയുക ക്ലൈമാക്സ് എത്തുമ്പോൾ അതിൽ വില്ലന് തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്ലീഷേ എന്താ പറയുക ഒരു ക്ലീഷേ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതിന് വില്ലനെ തോൽക്കുകയാണ്, വില്ലൻ എന്തായാലും തോൽക്കില്ല. അപ്പൊ വില്ലൻ ഇങ്ങനെ തോൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനാണ് ഇത്രയും നേരം കൊണ്ടുവന്നെന്നുള്ളൊരു ഫീല് നമുക്ക് അതിൽ വരും. അതേപോലെ ഈ ലെക്സ് ലൂത്തർ ആണ് വില്ലന്, ക്യൂട്ടിലും ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ എന്തായാലും ലെക്സ് ലൂത്തർ തോൽക്കുമല്ലോ. ലെക്സ് ലൂത്തർ തോൽക്കുന്ന സമയത്ത് വല്ലാതെ, അതായത് സിനിമയുടെ ക്ലൈമാക്സ് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ എന്ന് തോന്നി. കാരണം ഇങ്ങനത്തെ മൂവീസ് ഒന്നും ഇങ്ങനെയല്ല കൊണ്ടുവന്ന് എൻഡ് ചെയ്യേണ്ടി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. അവിടെ മാൻ ഓഫ് സ്റ്റീൽ വിജയിച്ചിട്ടുണ്ട്. അതായത് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ അത് പറഞ്ഞപ്പോൾ ക്രെഡിറ്റ് സീൻ കാണാൻ നിൽക്കേണ്ട ഒരു വലക്ക പുണ്ണാക്കില്ല. ക്രെഡിറ്റ് സീനിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഇവരെന്തെങ്കിലും അപ്രോച്ച് ചെയ്യണമായിരുന്നു, എന്നാലും മതിയായിരുന്നു. ഇത് രണ്ടും ഈ സിനിമയിലില്ല. ഒരു കിടിലൻ എൻഡിങ് ഈ സിനിമക്ക്, ഒരു കിടിലന് ഒരു എന്താ പറയുക നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ഈ സിനിമക്ക് മിസ്സിംഗ് ആണ്. അതല്ലാതെ സിനിമ കിട്ടുവാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോണ സമയത്ത് പല ഓഡിയൻസ് റെസ്പോൺസിലും ഞാൻ നെഗറ്റീവ് സാധനങ്ങൾ കണ്ടിട്ടാണ് പോയത്. പക്ഷെ ഞാൻ പറയും ഇമോഷണലി കിട്ടുമായിട്ട് തോന്നിയത് ഈ ഒരു മൂവിയാണ്. അതേപോലെ തന്നെ സൂപ്പർമാൻ്റെ ആ നായിൻ്റെ അല്ല ക്രിപ്റ്റോ, ആ ഒരു നായി വരെ ഇതിൽ കയ്യടി കൊണ്ടിട്ടുണ്ട്. സൂപ്പർമാൻക്ക് നിങ്ങൾക്ക് കയ്യടിക്കാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അതിലൊക്കെ കിടിലൻ ഷോട്ട് നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. സൂപ്പർമാൻ്റെ എസ് ഉണ്ടല്ലോ, ആ എസ് വെച്ചിട്ട് ഇതിൽ ഡയറക്ടർ ഒരു കളി കളിച്ചിട്ടുണ്ട്. കിടിലൻ സാധനം. അത് കുറെ ഷോട്ട് ഉണ്ട്. അതൊരു മറ്റേ ഒരു എന്താ പറയുക കുറെ ബിൽഡിങ്ങുകളും ഒരു പാലൊക്കെ പൊളിച്ചിട്ട് ആ പുകൻ്റെ ഉള്ളിൽ കൂടെ സൂപ്പർമാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീൻ ഒന്നിങ്ങനെ എന്താ പറയാ ഇങ്ങനെ തിരിഞ്ഞാൽ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള സാധനം തിരിഞ്ഞിങ്ങനെ ഈ ലേസർ വിഷൻ എന്താ ഇതിന് പറയാ സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ തിരിഞ്ഞ് സാധനങ്ങളെ കൊല്ലണ ഒരു സാധനം ഉണ്ട്. പിന്നെ എന്തോ ഒരു സീനിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സൂപ്പർമാൻ്റെ ചെസ്റ്റിനോടുള്ള എസ് എന്ന് എഴുതിക്കണം. ആ എസ്സിൻ്റെ അവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോട്ടുണ്ട്. മറക്കൂല സാധനം, കേട്ടില്ല സാധനമാണ്. അത് തന്നെ ഈ സൂപ്പർമാൻ്റെ നായിനെ ഇതിൽ ഒരു പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നായിനെ തെരഞ്ഞിട്ട് സൂപ്പർമാൻ്റെ ഒരു വരവുണ്ട്. പക്ഷെ വന്നത് വെറുതെ അവിടെയാണ് നമുക്ക് ഈ ഒരു ഇറിറ്റേഷൻ സാധനം വരികയാണ്. ഈവൻ ദോ ഇത് കോമിക്സിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ ആണെങ്കിൽ പോലും അവിടെയാണ് ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ കുറച്ചുകൂടി ബ്രൂട്ടലായിട്ട് നിൽക്കുന്നത്. മനസ്സിലായില്ല? ഈ ഒരു വ്യത്യാസം എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അതിനനുസരിച്ചിരിക്കും ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ ആണോ അത് ഈ ഒരു സൂപ്പർമാൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? കാരണം ഹെൻറി കാവിലിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഞാൻ പറഞ്ഞാട്ടിയാണ്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒരു സൂപ്പർമാനെ സെൽഫ് ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഒരു സംഭവം മാത്രമുള്ള ഇതിൽ. മനസ്സിലായില്ല? അപ്പോൾ ഈ സിനിമ മൊത്തത്തിൽ എനിക്ക് കിട്ടുവരികയാണ് തോന്നിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ ആണ് കുറച്ചും കൂടി ഒരു മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ വേറൊരു ചില കാര്യങ്ങളിൽ ഈ ഒരു സൂപ്പർമാൻ്റെ ക്യാരക്ടറിനോടാണ് ഇഷ്ടം തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട് എന്നുള്ളത് ഞാൻ പറയാനുള്ള അതിന്റെ കാരണം അതാണ്. ചില നന്മമരം കളിച്ചതല്ല, ഇത് രണ്ട് മൂവിയും ഈ 2 സൂപ്പർമാനും ഈ 2 സൂപ്പർമാൻ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരേപോലെയാണ്. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പൊ
ഞാൻ പറയാം ആൾക്കാരെ അല്ലെങ്കിൽ വില്ലന്മാരെ കൊല്ലാത്ത ആ ഒരു സമയത്താണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഫാനായിട്ട് നമ്മൾ മാറുന്നത്. മനസ്സിലായി? ഇപ്പോൾ ബാറ്റ്മാൻ ഇതേ സംഭവം ചെയ്യുന്നത്. ബാറ്റ്മാൻ വന്നിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഗോർഡൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊക്കെ പോലീസായിട്ട്. അപ്പം ഗോർഡൻ എന്ന് പറഞ്ഞ ബാറ്റ്മാൻ്റെ ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ ഗോർഡൻ്റെ മുന്നിലേക്ക് തെളിവോട് കൂടിയിട്ട് വില്ലന്മാരെ പിടിച്ചു കൊടുക്കാനാണ് കൂടുതലും ബാറ്റ്മാൻ ശ്രമിക്കുന്നത്. പക്ഷെ ബാറ്റ്മാൻ ആൾക്കാർ കൊന്നിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കമാണ്. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് സൂപ്പർമാൻ്റെതും. ഈ ഒരു സൂപ്പർമാൻ. പക്ഷെ ഇതിൽ ഈ സൂപ്പർമാനിന് ഗ്രീൻ ലാൻഡോണും പിന്നെ മിസ്റ്റർ ടെർഫിക് ഉണ്ട്. പിന്നെ മറ്റേ പെണ്ണിന്റെ പേര് മറന്നു. ഒരു കാക്ക പോലെ ഒന്നര വെച്ചിട്ട് പോണ ഒരു പെണ്ണുണ്ട്. എനിക്ക് ആ ക്യാരക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ഈ പെണ്ണ് ഇങ്ങനെ ഒരു ഗ്രീൻ ലാൻഡോണും ഈ പെണ്ണൊക്കെ ഈ വളരെ ബ്രൂട്ടലായിട്ടാണ് കൊല്ലണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നടക്കുന്ന ക്യാരക്ടറാണ്. പക്ഷെ അവരൊന്നും സൂപ്പർമാൻ്റെ അത്ര ഇല്ല, അല്ലെങ്കിൽ ബാറ്റ്മാൻ്റെ അത്ര ഇല്ല. അതെന്താ അവർ കൊല്ലണമുണ്ട്, ഇവർ കൊല്ലണില്ല. പക്ഷെ ആ ക്യാരക്ടറിനോട് നമുക്ക് ഗ്രീൻ ലാൻഡിനോടൊന്നും സൂപ്പർമാനോട് തോന്നുന്ന ഇഷ്ടം നമുക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഈ റൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസും ഇല്ലെങ്കിൽ ഈ സൂപ്പർമാൻ അങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കാനുള്ള കാരണം. ആൾക്കാർക്ക് കൂടുതൽ ഇമോഷണലി കണക്ഷൻ കിട്ടുക എന്നല്ല. അല്ല ഈ ജെയിംസ് ഗണ്ണിന് പണി അറിഞ്ഞിട്ടാണെന്ന് വിചാരിക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്. കാരണം ചില സമയം ഈ ജെയിംസ് ഗൺ എന്ത് സൂപ്പർമാൻ ഉണ്ട് ഒരു പാവത്താൻ അങ്ങനല്ല. ഇവിടെയാണ് ഒരു ആളാണെങ്കിൽ ഒരു ക്യാരക്ടർ ആണെങ്കിൽ സ്ട്രോങ്ങർ ആവണത്. അവിടെയാണ് ഒരു സൂപ്പർ ഹീറോയിന് കൂടുതൽ സെൽഫ് കൺട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തരികയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഗ്രീൻ ലാൻഡൻ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിലും കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വില്ലൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പെണ്ണ് പറക്കുമ്പോൾ ഇവനിങ്ങനെ ഡയലോഗ് അടിക്കും. ഡയലോഗ് ഇവളെന്നെ പറയുന്നുണ്ട്, ഈ പെണ്ണെന്നെ പറയുന്നുണ്ട്, ഞാൻ സൂപ്പർമാൻ അല്ലാന്നിട്ട് ഇവരാണ്ട് വിടും. ആള് മരിക്കും. സൂപ്പർമാൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊല്ലാൻ എന്തായാലും മിക്കവാറും ശ്രമിക്കൂല. പിന്നെ ഇതിൽ വലിയൊരു ജീവി വരുന്ന സമയത്ത് ഈ ഗ്രീൻ ലാൻഡനും മിസ്റ്റർ ടെർഫിക്കും ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഒരു ജീവിൻ്റെ ഉള്ളിലേക്ക് ബോംബിട്ട് പൊട്ടും. ഉള്ളു പൊട്ടും. ഈ നമ്മൾ ജീവിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കൂല. അപ്പോൾ ആ സമയത്ത് തന്നെ സൂപ്പർമാൻ പറയുന്നുണ്ട്, ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ലെസ് പെയിൻഫുൾ എന്ന് പറഞ്ഞിട്ട്. കുറച്ചും കൂടി വേദന കുറഞ്ഞിട്ട് കൊല്ലാൻ നോക്കിക്കൂടിയിരുന്നു എന്ന് ചോദിക്കാം. സൂപ്പർമാനെ കൊല്ലാൻ നിൽക്കുന്ന ജീവിയാണ്. അവിടെയാണ് സൂപ്പർമാൻ ആവണതും ഇതേപോലത്തെ ഡയലോഗുകളാണ് ബാറ്റ്മാൻ ആവണതും. പിന്നെ ഒരു ക്ഷമ കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടറും പോണതായിട്ടും കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഞാൻ ഈ റിവ്യൂവിൽ പറയുന്നത്. സിനിമ കിട്ടുവാണ്, വിഷ്വലി സൂപ്പറാണ്, VFX കിട്ടുവാണ്, ഒക്കെ കൈയടിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിൽ അഭിനയിച്ചിട്ടുള്ള ചെക്കന് കിടിലം പെർഫോമൻസ്. അതായത് ഹെൻറി കാവിലിന്റെ സ്യൂട്ടിൽ നിന്ന് ഹെൻറി കാവിൽ ഭയങ്കര ബോഡിയാണ്. ഇത് ഹെൻറി കാവിലിന് ഭയങ്കര ബോഡിയാണ്. പിന്നെ ഒരു മസിൽ സ്യൂട്ടാണ് ഹെൻറി കാവിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ല, മസിൽ സ്യൂട്ട് ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തോ ഒരു മസിൽ സ്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ടുണ്ടാവുള്ളൂ. ശരിക്കും ഹെൻറി കാവിലിന്റെ ബോഡിയാണത്. അപ്പം അതങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ വിഷ്വലി കാണാൻ ആ സൂപ്പർമാനെ കിട്ടും, നേരിട്ട് ആ ക്യാരക്ടറിന്റെ ആക്ടേഴ്സിനെ കാണാൻ. പക്ഷേ ഈ ഒരു സൂപ്പർമാന് ഞാൻ പറഞ്ഞ പോലെ ഇമോഷണലി കിട്ടുവാണ്. ഈ സൂപ്പർമാനോടാണ് കൂടുതൽ കണക്ഷൻ തോന്നുന്നത്. അതിന് തന്നെയാണ് ജെയിംസ് ഗൺ ഇവിടെ ശ്രമിച്ചിട്ടുള്ളതും. അതാണ് ഞാൻ പറഞ്ഞത്, സാക്ക് സ്നൈഡറിന്റെ സൂപ്പർമാനോടുള്ള ഒരു മൂവിനോടുള്ള അപ്രോച്ചും ഈ ഒരു അപ്രോച്ചും വേറെയാണ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ജെയിംസ് ഗണ്ണിന് പണി അറിയാം, ഞങ്ങൾ ആരും ജെയിംസ് ഗണ്ണിനെ പണി പഠിപ്പിക്കാൻ പോകണ്ട. ഇത് നിങ്ങൾ കണ്ടിട്ട് എന്ത് ഫീലാണോ കിട്ടുന്നത്, അതേ ജെയിംസ് ഗൺ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അത് ചിലർ ഹെൻറി കാവിൽ പോയി ആ സൂപ്പർമാൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത സൂപ്പർമാന് വരും, ഇനി അതിലേക്ക് മൂവ് ഓൺ ചെയ്യുക. അത് എന്നത് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഒരു മാസമൊക്കെ ആക്കിയത്. പിന്നെ കാലാകാലം ഇതിങ്ങനെ പറയാൻ പറ്റും. ഹെൻറി കാവിൽ വേണ്ട. ഹെൻറി കാവിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യും. ഇനി പുതിയ സൂപ്പർമാനിൽ ഇനി പുതിയ ആക്ടേഴ്സ് വരട്ടെ. ഇനി ഈ വന്നിട്ടുള്ള ആളും ഒരു സമയം കഴിഞ്ഞാൽ പോയിട്ട് അടുത്ത ആൾ വരാം. അങ്ങനെ തന്നെ അല്ലേ എന്തെന്നാണ്. അപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയാണ്. ചില ഭാഗങ്ങളിൽ, അതായത് ലൂയിസ് ലെയ്ൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടുള്ള ഒരു കെമിസ്ട്രി കാണിക്കുന്ന സമയത്ത് ഒരു വലിയണ പോലെ ഒരു ഫീൽ വന്ന്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതേപോലെ തന്നെ ക്ലൈമാക്സ് എനിക്ക് അത്ര ഒരു കിടിലൻ എൻഡിങ് വേണമായിരുന്നു ക്ലൈമാക്സിൽ. അപ്പോൾ അതും ഈ ഒരു സിനിമയ്ക്ക് മിസ്സിങ് ആയ പോലെ ആണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഈ ഒരു സിനിമ കിടിലനായിട്ടും തോന്നിയത്. ലെക്സ് ലൂത്തറിന്റെ ക്യാരക്ടറൈസേഷൻ അടക്കം ഈ ഒരു സിനിമ കിടുമായിരുന്നു സിനിമയിൽ. പക്ഷെ അതാണ് ഈ ലെക്സ് ലൂത്തറിന്റെ പ്രശ്നം. അതാണ് ഈ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒന്നും അല്ലാതെ ആയി പോണൊരു ഫീല് ലെക്സ് ലൂത്തറിന്റെ ക്യാരക്ടറിനോട് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞ ക്ലൈമാക്സിന്റെ കാര്യം എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.